നമസ്കാരം. മരാളികയുടെ മലയാള അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് മലയാളത്തിലെ സ്വരചിഹ്നങ്ങളുടെ 3-ാം ഭാഗമാണ്. ഈ അധ്യായത്തിൽ സ്വരചിഹ്നങ്ങൾ അടങ്ങിയ വാക്കുകളുടെ ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എളുപ്പത്തിൽ മനസ്സിലാക്കാനായി വാക്കുകളുടെ ഉദാഹരണങ്ങൾ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തെ ഇനത്തിൽ ഒരു സ്വരത്തിന്റെ ചിഹ്നം മാത്രം വരുന്ന വാക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ഇനത്തിൽ ഒന്നിൽ കൂടുതൽ സ്വരചിഹ്നങ്ങളും വ്യഞ്ജന ചിഹ്നങ്ങളും വരുന്ന വാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശേഷം വരുന്ന വാക്കുകളിലെ ചിഹ്നങ്ങളും വാക്കുകളുടെ ഉച്ചാരണവും ശ്രദ്ധിക്കൂ. സ്വരചിഹ്നം ആ, വായന, താമര, നാരങ്ങ, മാങ്ങ, മാല, മാറാല. ഈ എന്ന ഹ്രസ്വ സ്വരത്തിന്റെ ചിഹ്നം വലിയ, പല്ലി, വള്ളി, തിര, ചകിരി, വഴി, കിഴി, കിളി. ഈ എന്ന ദീർഘാക്ഷരത്തിന്റെ ചിഹ്നം വരുന്ന വാക്കുകൾ വീണ, നീല, തീറ്റ, സീമ, നീണ്ട, കീശ, ദീക്ഷ, ചീര. ഉ എന്ന ഹ്രസ്വാക്ഷരത്തിന്റെ ചിഹ്നം വരുന്ന വാക്കുകൾ പുതുമ, നുണ, ഒരു, തരു, എരുമ, മഴു, പുഴു, പുഴ. ഊ എന്ന ദീർഘാക്ഷരത്തിന്റെ ചിഹ്നം പൂജ, ദൂതൻ, ചൂരൽ, കൂര, തൂവൽ, പൂവൻ, പൂക്കൾ, കൂജ. ഋ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കൃപ, വൃക്ക, നൃപൻ, ദൃഢത, വൃദ്ധ. എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം വരുന്ന വാക്കുകൾ വെള്ള, എന്നെ, മെല്ലെ, വരെ, ഏറെ, മെത്ത. എ എന്ന ദീർഘാക്ഷരത്തിന്റെ ചിഹ്നം വേണ്ട, വേദന, വേള, മേശ, വേല, വേനൽ. ഐ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ കൈ, പൈസ, പൈക്കൾ, കൈത, മൈദ, തൈകൾ. ഓ എന്ന ഹ്രസ്വാക്ഷരത്തിന്റെ ചിഹ്നം വരുന്ന വാക്കുകൾ തൊണ്ട, ചൊവ്വ, കൊല,
മൊട്ട, മൊന്ത. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വരുന്ന വാക്കുകൾ: ഓരോ, ചോര, ചോല, പോര, കോട്ട, യോഗ. ഔ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കൂ: നൗക, പൗരൻ, കൗരവർ. എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കൂ: ഓണം, മംഗളം, ആഴം, വരം, മരം, കരം. ഒന്നിൽ കൂടുതൽ ചിഹ്നങ്ങളുള്ള വാക്കുകളുടെ ഉദാഹരണങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു. മലയാളം പഠിക്കുന്നവർക്കായി ഈ വീഡിയോ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.